സാബുമോൻ വന്നിട്ട് പറയാം, എടാ നീ അക്ബറിനെ പൂജിക്കുക, അവനൊരു ഗെയിമറെന്നല്ലേ നീ പറഞ്ഞു, നീ പോയി പൂജിക്ക്. സാബുമോനും നിവിനും തമ്മിലുള്ള വഴക്ക് അനുമോൾ ഏറ്റെടുത്തിട്ടുണ്ട്. അനുമോൾ വന്നിട്ട് വയ്ക്കുന്നത്, എടാ ഗെയിമർ എന്ന് പറഞ്ഞാൽ എന്തുവാ? നിവിൻ പറയാം, അസാധുവാക്കുക. എടാ അതെൻ്റെ ഗെയിം അതെൻ്റെ കഴിവ്, നിനക്ക് എന്താ വേണമെന്ന് പറയുന്നത്? എടി പോടി, നീ അക്ബറിൻ്റെ മൂട് താങ്ങി നടയടാ. അക്ബർ ഇരുന്ന് ചിരിക്കുകയാണ്. നീ അക്ബറിൻ്റെ മൂട് താങ്ങി നടക്കുക. സാബുമോൻ പറഞ്ഞു മുണ്ട് താങ്ങി അക്ബറിൻ്റെ മുണ്ട് താങ്ങി. ഷാനവാസ് ഒന്ന് നിൽക്കുക, ശരിക്കും മുണ്ട് താങ്ങിയാണോ മൂട് താങ്ങിയാണോ, ഏതാണ് കറക്റ്റ്? എന്നിട്ട് ഷാനവാസ് അവിടെ വന്നിട്ട് രണ്ടുപേരെ നഗരി കൊണ്ടിങ്ങനെ രണ്ട് കൈ കൂടി ഇങ്ങനെ രസമാണ്, വഴക്ക് കൂടട്ടെ മൂക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കി ചിരിക്കുന്നുണ്ട്. സാബുമോൻ വിട്ടുകൊടുക്കാൻ പാവമില്ല, സംസാരിക്കുക. എടാ നീ ഒരു ഫേക്ക് ഗെയിമറാടാ, അക്ബറിൻ്റെ മുണ്ട് താങ്ങിയാടാ, നീ ഒരു ഫേക്ക് ഗെയിമറാടാ എന്ന് സാബുമോൻ. എടാ ഇത് ബിഗ് ബോസ് വീടാ, അല്ലാതെ റിസോർട്ടല്ലടാ എന്ന് സാബുമോൻ. കുഴപ്പമില്ല, ഞാനിവിടെ റിസോർട്ടായിട്ടാണ് എടുത്തേക്കുന്നത്. എടാ പോടാ അക്ബറിൻ്റെ മുണ്ട് താങ്ങിന്ന് പറഞ്ഞിട്ട് നടക്കുകയാണ് സാബുമോന്. ആടാ ഞാൻ അക്ബറിൻ്റെ മുണ്ട് താങ്ങി മാത്രമല്ല, ഞാൻ അക്ബറിൻ്റെ പലതും താങ്ങുമെന്ന് സാബുമോൻ. അനുമോൾ വന്നിട്ട് വയ്ക്കുന്നത്, എടാ നീ വിന്നിയുടെ കൂടെ കുറേ നാൾ നടന്ന്, വിന്നിയെ എടുത്ത് കളഞ്ഞപ്പം നീ പ്രവീണിൻ്റെ കൂടെ നടന്ന്, പ്രവീൺ എടുത്ത് കളഞ്ഞ്, ഇപ്പം നീ അക്ബറിനെ കൂട്ടുപിടിച്ച് അക്ബറിൻ്റെ പുറകെ കിടക്കുക, നിനക്ക് നാണം ഉണ്ടാടാ. അക്ബർ എന്ത് ഭാവിച്ചാണെന്ന് അറിയത്തില്ല, അവനെന്തോ വരാൻ പോകുന്നു, അതാണ് കാര്യം എന്നൊക്കെ പറഞ്ഞു. അനുമോൾ ചോറ് കഴിച്ചുകൊണ്ടിരിക്കുക. ചോറൊക്കെ താഴെ വെച്ചിട്ട് നിവിനോട് അങ്ങ് ചൂടാകുന്നുണ്ടായിരുന്നു. ചോറും പ്ലേറ്റും ഒക്കെ താഴെ വെച്ചിട്ട് കൈ ചൂണ്ടിയൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് അപ്പം നിവിൻ പറയുന്നത് പോടി കുലസ്ത്രീ. അപ്പം നിവിൻ എന്തോ ചീത്ത വാക്ക് പറഞ്ഞു. ബിഗ് ബോസ് അത് മ്യൂട്ട് ചെയ്താണ് വിട്ടത്. ഞാനൊരു വ്യക്തിയായിട്ടാണ് നിൽക്കുന്നത്, ഞാൻ നിന്നെപ്പോലെ കുലസ്ത്രീയായി കളിക്കാനല്ല, കുലസ്ത്രീ കളിക്കാൻ വന്നതല്ലെന്ന് നിവിൻ. അക്ബറിന് നല്ലതല്ല നീ മൂട് താങ്ങിക്കൊണ്ട് കിടക്കുന്ന മൂട് താങ്ങി, അനുമോൾ പറയുന്നു. അനുമോളുടെ ചിലങ്ക വേഗം ചെല്ലുന്ന സാബുമോനെ വിളിച്ച് പറയുമ്പോൾ അനുമോൾ പറയുന്നത്, അനുമോൾ ചിലങ്ക കെട്ടിയിട്ടില്ല, കെട്ടുമ്പം പറയാട്ടാ അനുമോളെപ്പോൾ കെട്ടുന്നെന്ന്. ചെല്ല് സാബുമോൻ, അനുമോളുടെ പ്ലേറ്റ് നീ താങ്ങിക്കൊടുന്ന് സാബുമോനോട് വിളിച്ച് പറയുന്നു. അനുമോൾ വിട്ടുകൊടുത്തില്ല. അനുമോൾ കുറേ പറയുന്നുണ്ട്. അവിടെ അനീഷേട്ടൻ എല്ലാവരും ചോറിനാൻ വിളിക്കുകയാണ്. ഷാനവാസേ വാ ചോറ് കഴിക്കാമെന്ന് പറയുന്നു. അപ്പം അവർക്കെല്ലാവർക്കും ചോറ് വിളമ്പി കൊടുക്കാൻ തിരക്കില്ല. ഇവിടുത്തെ വഴക്കും കാര്യങ്ങളും ഒന്നും ശ്രദ്ധിക്കാതെ നിന്ന് ചോറ് വിളമ്പുവാണ് അനീഷ്. ഓരോരുത്തരായിട്ട് വന്ന് എടുത്തുകൊണ്ട് പോകുന്നു. അനുമോൾ പ്ലേറ്റുമായിട്ട് വന്നിട്ടാണ് നിവിൻ്റെ മുമ്പിൽ ഇന്നോട്ട് വഴക്കുണ്ടാകുന്നത്. നിവിൻ പറയുന്നത്, നിനക്കിപ്പോൾ എന്തായാലും നല്ലൊരു പാവയെ കിട്ടില്ല, നീ കൊണ്ടുവന്ന് വെക്ക്. അപ്പോൾ അനുമോൾ പറഞ്ഞു, ആടാ കൊണ്ടുവയ്ക്കാൻ പറ്റിയ പാവ തന്നെയാണ്, നിന്നെ കണക്കല്ല. അവനെ നല്ലൊരു പാവയായിട്ടായാലും അവനെ കൊണ്ടുവയ്ക്കാൻ കൊള്ളാം, അവൻ നല്ലവനാണ്, അവൻ നല്ലൊരുത്തനാണ്. നിൻ്റെ കണക്കല്ലടാ, നിന്നെ എവിടെയെങ്കിലും കൊണ്ടുവയ്ക്കാൻ കൊള്ളാവൂടാ, നിന്നെ ആർക്കെങ്കിലും എടുക്കാൻ പറ്റൂടാ, നിന്നെ കൊള്ളാവൂടാ നിന്നെ. ഈനാം പേച്ചിക്ക് മരപ്പട്ടി കൂട്ട്, നീ ചെല്ലടി എന്ന് പറഞ്ഞ നിവിൻ. അവനെ പാവയാടാണേലും അവനെ ഉപയോഗിക്കാൻ കൊള്ളാവൂടാ, നല്ല പാവയാടാ അവനെന്ന് അനുമോൾ. എടാ ഇവിടെ ഉള്ളതിൽ ഏറ്റവും നല്ല പയ്യനാടാ അവനെന്നും പറഞ്ഞ് അനുമോൾ നിവിൻ്റെ അടുത്ത് നിന്ന് തിരിഞ്ഞ് നടക്കുകയാണ്. അനീഷ് ഷാനവാസിനെ വിളിക്കുന്നുണ്ട്. ആദിൽ വന്നിട്ട് പറഞ്ഞു, എടാ അടുത്ത പ്രാവശ്യം കുറച്ചുകൂടി ഉപ്പിടണേ, ഉപ്പില്ല. അനീഷ് വിളിക്കുന്ന ഷാനവാസേ വന്ന് ചോറെടുത്ത് കഴിക്കുമെന്ന് പറയുന്നു. അപ്പോൾ അടുത്തൊരു ലൈവ് അപ്ഡേറ്റുമായിട്ട് ഞാൻ വീണ്ടും വരാം.